ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ കുഞ്ഞു മക്കളെ. ഞാനിതാ കുട്ടികളെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടാക്കണം. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളെ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ഒന്നും കൊടുക്കാൻ എന്താണ് മോനെ? കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ ഞാൻ കുറച്ച് സേമിയ ഇവിടെ ബാക്കിയുണ്ടല്ലോ, ആ സേമിയ എന്തെങ്കിലും ഒരു അൽക്കുലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നെയ്യെല്ലാം ഇട്ടു മക്കളെ. ഇതൊക്കെ ഒന്ന് എന്താണ് സ്കൂള് വയ്യാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഇനിയിപ്പോൾ കുട്ടികൾ വെറ്റോല് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ചായ കൂട്ടാൻ ഉണ്ടാക്കാനൊന്നും ഇല്ല. ഇപ്പം കാര്യമായിട്ട് പഴം കൊണ്ടുവച്ചിന്, പഴം അധികം പാകമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സേമിയ എന്താ ഒന്ന് ഉറപ്പിക്കുന്ന മാതിരി ആക്കാണ്. സേമിയ ഉറപ്പിച്ചാൽ പാലിലൊക്കെ നല്ല ഉറപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലേശം സേമിയ അങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. സേമിയ ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ്. കാരണം ഇത് 4 ഭാഗത്തും തുന്നിയുണ്ട്, അങ്ങനെ ഒരു തരാറുണ്ട്. അങ്ങനെ നോക്കണം. ആളുണ്ടാവും. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വാട്ടി കൊടുക്കുക. നല്ല നെയ്യിൽ വരക്കണം കേട്ടോ. ഇതാക്കണം നല്ലോണം നല്ല നെയ്യിലൊന്ന് വറുത്തെടുക്കുക. 2 പേക്ക് പാലുണ്ട്, ഒരു തുള്ളി പാലിൽ നിന്ന് എടുത്തിനിപ്പോൾ 2 പേക്ക് പാലുണ്ട്. അതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടി ഒപ്പിച്ച് വെക്കണം. വെള്ളം വെട്ടി തിളക്കണം. വെള്ളം വെച്ചത് ഇനി കർമ്മൂസ ഉപ്പേരിയാണ് ഇന്ന് രാവിലെ ഉച്ചക്ക് രാവിലെ ഉണ്ടാക്കി വെച്ചത്. അപ്പം എന്തെങ്കിലും ഒന്ന് മക്കൾക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് മക്കളെ. കത്തുപാട്ട് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണു കണ്ടു കളം വരയ്ക്കും കാത്തിരും. മനസ്സിൽ ഒരുപാട് വിഷമവും പ്രയാസങ്ങളുണ്ട്, എന്നാലും അറിയാതെ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ട് പാടുന്നല്ലേ മക്കളെ. പാട്ടിന് വരികളും കാര്യങ്ങളും രീതികളൊന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ ഇങ്ങനെ പാടുകയാണ്. നിങ്ങൾ വിചാരിക്കും ഈ തള്ളക്ക് ഏത് നേരം പാട്ട് തന്നെയാണ്, ഞാനൊന്നും വിചാരിക്കില്ലാന്ന് എനിക്കറിയാം. അല്ല ഞാൻ വെറുതെ പറയാട്ടോ മക്കളെ. നിങ്ങളൊക്കെ നല്ല മുത്തുമണികളാണെന്നൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ഏതെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവും, സാരല്ലേ, അത് ഇടയ്ക്കൊക്കെ ഒന്ന് വേണ്ടേ, എന്നാലല്ലേ നമുക്കൊരു ഹരം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ടാണല്ലോ. നമ്മളെ സേമിയ ഇവിടെ റെഡിയായി. സേമിയ ഉറപ്പിക്കുന്ന തിരക്കിലാണ് കുട്ടികളെ. എന്തൊക്കെയാ വിശേഷങ്ങൾ കേട്ടാ. ഒഴിവില്ല, ഏത് നേരം അടുക്കള തന്നെ നോക്കണ്ട. കഷ്ണം പൂള ഉണ്ട് നിൽക്കണേ, അതൊന്ന് പുഴുങ്ങിക്കാളിന്ന് അറിഞ്ഞു. ചിക്കൻ കറി ഉണ്ടല്ലോ, പൂള പുഴുങ്ങിക്കോന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പൂള പുഴുങ്ങണം, തൽക്കാലം ഇതൊന്ന് വെക്കുകയാണ്.
അങ്ങനെ കാണാം കുട്ടികളെ. പായസം ഏതായാലും ലേശം ഉപ്പിടണം അല്ലേ? എന്ത് പായസത്തിന് ഉപ്പിട്ടാലല്ലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നു മക്കളെ. വേറെ എന്തൊക്കെയാ കുട്ടികളെ വിശേഷങ്ങൾ? ലേശം കൈ ലേശം വലിപ്പുണ്ടല്ലേ? ഇത്ര മതി ശരിക്കും. ഇതാ ഇത്ര മതി. പക്ഷെ അത് വല്ല പിന്നെ മടക്കി അടിക്കണം, എന്തൊക്കെ ഒന്ന് ചെയ്യണം. നിലത്ത് കൂടെ ലേശം ഏയുണ്ട്, നല്ലോണം നിലത്ത് കൂടെ ഏയുണ്ട്. അടിയൊന്ന് മടക്കി അടിക്കണം. ഞാൻ തിരുമ്പിയെന്നേ ഉള്ളൂ. തിരുമ്പിയാൽ ചുരുങ്ങി വയ്ക്കുക വെച്ചാൽ ഞാൻ തിരുമ്പി വയ്ക്കിയതാ. അപ്പം തിരുമ്പി വയ്ക്കിയപ്പോൾ ചുരുങ്ങണമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനിനി അടിക്കാൻ തീരുമാനിച്ചു. ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യം ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ പൊന്നു മക്കളെ. എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. അപ്പം മക്കൾക്ക് ഇന്ന് പത്തിരിയാണ് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് വരി മക്കളെ. അപ്പം എൻ്റെ മക്കൾക്ക് ഇന്ന് ദോശയാണ് വേണ്ടത്. ചിക്കൻ കറി ഉണ്ടായിനി മക്കളെ. അരിദോശ, അരി കലക്കിയിട്ട് ഇതേമാതിരി ഒഴിച്ചു കൊടുക്കുക. കറ്റുമുല്ല ചേട്ടിലിരുന്ന് കണ്ണു കൊണ്ട് കളം വരച്ചു കത്തിരുന്നോളേ കത്തിരുന്നു. അങ്ങനെ ഇതിലേക്കൊരു തുള്ളി വെളിച്ചെണ്ണി, ഒരു ശേഷം വെളിച്ചെണ്ണി എന്നിട്ടൊന്ന് വെറുതെ മൂടി വെക്കുക. എന്താ ഇതേപോലെ നെയ്സായിട്ട് നല്ല നെയ്സ് പത്തിരി കണ്ടക്കളെ, നല്ല നെയ്സ് അടിപൊളി പത്തിരികൾ ഇങ്ങനെ കിട്ടും. അപ്പം എൻ്റെ ഹനാനിക്ക് തിന്നാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കൻ കറിയാണ് മക്കളെ ഇതിലേക്കുള്ളത്. അപ്പം ചിക്കൻ കറി ആയിട്ട് എൻ്റെ ഹനാനിക്ക് കൊടുക്കണ്. ചൂടുവെള്ളമാണ് വേണ്ടിയത് ഒരുക്കി. അപ്പോൾ ചൂടുവെള്ളം കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് മക്കളെ. കാട്ടുമുല്ല ചേട്ടിലിരുന്ന് കണ്ണു കൊണ്ട് കളം വരച്ചു കാത്തിരുന്നോളേ കാത്തിരുന്നോളേ കണ്ണു വേഗമാവും മക്കളെ. എളുപ്പത്തിലാണ് കേട്ടോ അത്. ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് വയ്ക്കും. ഇത് മക്കൾക്ക് കൊടുക്കാനും. ഇതാണ് മക്കളെ നമ്മളെ കോഴിമുട്ട. ദോശപ്പൊടി കലക്കിയത് കഴിഞ്ഞപ്പോൾ ലേശം കൂടി അരിപ്പൊടി കലക്കണം. കുട്ടികൾക്ക് ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഒന്നുകൂടെ ഇതാക്കണ്ടോ. ഇതുണ്ടാക്കളെ കോഴിമുട്ട അത് ഒന്നുകൂടി കലക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഓരോ ഇഷ്ടമല്ല നമ്മളിഷ്ടം, ഓരോ സന്തോഷമല്ല നമ്മളെ സന്തോഷം. കട്ടുമുല്ല ചേട്ടിലിരുന്ന് കണ്ണു കണ്ട് നല്ല രസമാണ് മക്കളെ. അരിപ്പൊടി, ഒരു കോഴിമുട്ട, ഞാൻ ഇപ്പം 2 കോഴിമുട്ടായി. അരിപ്പൊടി, കോഴിമുട്ട, സൊപ്പ് ഇട്ട് കലക്കുക. നല്ലോണം അങ്ങോട്ട് പച്ച വെള്ളമോടെ കലക്കുക. എന്നിട്ട് സരോന്ന് പറഞ്ഞിട്ട് പത്തിരിക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തിരി നല്ല അടിപൊളി. ഇതാ കണ്ട നല്ല നെയ്സ് പത്തിരിയാ അല്ലേ? വല പോലെ ഉണ്ട്, നമ്മുടെ കൊതുവല മയത്തത് നെറ്റ് മരി.
അതേ ഇതിങ്ങനെ ഉണ്ടല്ലോ രസം എന്തെങ്കിലും ഒരു കറിയും കൂട്ടിയും കൂടെ തിന്നാലും പിന്നെ അറിയൂല അങ്ങനെ തിന്നോളും, ഇഷ്ടപ്പെടും. എൻ്റെ ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പത്തിരി കഴിഞ്ഞ് പാവം. അത് പറയാനാണ് മക്കളെ, കഴിഞ്ഞു പോയില്ല. കഴിഞ്ഞു പോയ കാലം ഓർത്തിട്ട് കാര്യമില്ല. കോഴിമുട്ടൻ്റെ രസം പൊടിയാണ് തൂത്തുപോയി. അങ്ങനെയൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. അപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ രസിച്ച പത്തിരി കൂടെ എടുത്തു കൊടുക്കുകയാണ്. ഒന്നും പറയണ്ട. കുറച്ച് പാത്രം കഴുകാണ്ട് പൊന്നാല കുട്ടികളെ. അപ്പം അതും കൂടി കഴുകി കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയൊരു പണിയാണ് ഈ പാത്രം കഴുകുക, തിരുമ്പുക, ആരിടുക എന്നൊക്കെ പറഞ്ഞാൽ, തേങ്ങ ചെരണ്ടുക, ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തേങ്ങ അരച്ച് അല്പത്തെ ഇറക്കി പാരാനും ചോറക്കാനും പത്തിരിടാൻ ആ എനിക്ക് പണി തോന്നില്ല. ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ ഉണ്ട്, ഭയങ്കര പാടാണ്. മോളെ ഞാൻ നിക്കറു കഴിച്ച് കുഴപ്പത്തിലായി, അവൾ കരച്ച് നിൽക്കൂല മുറ്റമാടിക്കൂല. കള പത്തിരിടണം ഉള്ളിലേക്കൂല മുറ്റമാടി ചൂരലെടുത്ത നടുമുറിഞ്ഞായി പത്തിരി. കാരണം രസം കൂടി കയ്യിൽ മറിച്ചിട്ടാൽ മതി. ഞാൻ വിചാരിച്ച ആയിക്ക് നെയ്ക്ക് വിചാരിച്ചിട്ട് ഞാൻ മറിച്ചിട്ടു പോയി മക്കളെ. കല്ലാനോ പാടില്ല കല്ലാനോ നേരെ മക്കളെ തന്നെ പൊന്നാതെ കുട്ടികളെ. അങ്ങനെ പണിയുടെ തിരക്കിലാണ് കേട്ടോ കുട്ടികളെ, ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അത് മാക്സി ഒന്നും നനയണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ. മാക്സി അല്ല, ചുരിദാറിൻ്റെ ടോപ്പാ. അത് നേരത്തെ നിസ്കാരം കഴിഞ്ഞപ്പോൾ മറ്റേത് നനഞ്ഞു പോയി. അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം, അത് മാറ്റിയിട്ട് വേറെ ഇട്ടതാ. എനിക്ക് വീട്ടിൽ നിന്ന് മാക്സി ഇടാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വന്നാൽ അത് അങ്ങനെ തന്നെ ആയിപ്പോണതാ. എന്താ നല്ല വട്ടത്തിലങ്ങോട്ട് ചുട്ടിട്ടുണ്ട് മക്കളെ. നല്ല അടിപൊളി ദോശയാണ്, അരിദോശയാണ്, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. തിന്നു പോവാ. ഓ എന്നാതാ മച്ചിട്ട് തിന്നിട്ട് തരാട്ടാ മോനെ. നല്ല മോനാ. ഇങ്ങനെ ആക്കി കൊടുത്താൽ എൻ്റെ മോനിക്ക് ഇങ്ങനെ കലക്കി ചുട്ടാലൊക്കെ ഓരെന്നെ കൊണ്ടുവച്ച് തിന്നുമ്പോൾ 4, 5, 6 ഒക്കെ തിന്നും. അത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറിയും വെച്ചിട്ട് അവിടെ കൊണ്ടുവച്ച് കൊടുത്താൽ അപ്പം അതിലേക്ക് ഇങ്ങനെ കുറച്ചിട്ട് അങ്ങനെ തിന്നുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. എനിക്കിൻ്റെ അടുക്കളയിലെ പണി എടുക്കും ചെയ്യാം, ഒരു തിന്നും ചെയ്തോളൂ. അങ്ങനെയാണ് മക്കളെ കേട്ടോ. ഇപ്പം നല്ല അതിർപ്പത്തിൽ കിട്ടുന്നില്ല, ഒരു മുറിഞ്ഞോളൂ. കോഴിമുട്ട കൂടിയിട്ടാണ് തോന്നുന്നത്. നല്ല ചോയുണ്ട്, നല്ല രസമുണ്ട്.